മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 നാഡി നീർദോഷ രോഗപീഠകളാൽ പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സംഘർഷവും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളും വർദ്ധിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ദൂരയാത്രകൾ മാറ്റിവെച്ചും കൊണ്ട് ഇരുന്നും കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വല്പം ശമ്പളം കുറയുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മറ്റു ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു ചേരുവാനും അല്ലെങ്കിൽ ജന്മനാട്ടിൽ വന്നു പോകുവാൻ ഇടയുണ്ട്. ഡിസംബർ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകളൊക്കെ അവസരം വന്നു ചേരുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹനോപയോഗം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സുവ്യക്തമായുള്ള കാഴ്ചപ്പാടോടുകൂടി പുതിയതായുള്ള കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. അറിവുള്ള വിഷയങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പൊതുവെ വാതനാഡി രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും പല പ്രകാരത്തിലും നിസ്സാര കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങൾ അനുഭവപ്പെടുവാനും ഇടയുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ പ്രയത്നം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വരും. അതിലുപരി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങളും അവരവരുടെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആധ്യാത്മിക ചിന്തകളോടുകൂടിയും ഉള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചും കൊണ്ട് ആത്മസംയമനത്തോടു കൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാം മംഗളകരമാക്കി തീർക്കുവാനുള്ള അവസരം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.